ഏറ്റവും സിമ്പിളായ രീതിയിലുള്ളൊരു ബൂട്ടീസാണ് കേട്ടോ ഒന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ ബൂട്ടീസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് സോള് തുന്നിയെടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സോളാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ കാണിച്ചിരുന്നത്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനൊരു യാൺ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഹുക്കും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഒരു 13 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതാ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. സ്ലിപ്പ് നോട്ട് ഇങ്ങനെ റൗണ്ട് ഇട്ടിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതാ ഇങ്ങനെയൊന്ന് വലിച്ചെടുത്താൽ മതി കേട്ടോ. സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 13 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 അങ്ങനെ ഇപ്പോൾ ഇതാ 13 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് 4ാമത്തെ ചെയിനിലോട്ട് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. 4ാമത്തെ ചെയിനിലോട്ട് കൗണ്ട് ചെയ്യാം. 1 2 3 4. ഈ 4ാമത്തെ ചെയിനിലോട്ട് ഒരു DC ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 2 3 4. സ്റ്റിച്ചൊന്നും അറിയാത്തവർക്ക് ഞാൻ ഇതിൻ്റെ മുന്നേ സ്റ്റിച്ച് മാത്രമായിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ സ്റ്റിച്ചൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. അപ്പം നിങ്ങൾക്ക് സ്റ്റിച്ചിലൊരു സംശയം വരില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓരോ ഡബിൾ ക്രോഷ്യ ഓരോ ചെയിനിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ലാസ്റ്റ് ഒരു ചെയിന് ബാക്കിയുണ്ട്. ഈ ഒരു ചെയിനിൽ നമ്മൾ 6 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. 6 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഈ ലാസ്റ്റിൽ ചെയ്യണം. അപ്പോൾ ഇനി ആ ഒരു ചെയിനിലേക്ക് 6 DC ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ 6 DC ചെയ്ത് വരുമ്പോൾ നമ്മുടെ വർക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു വരും കേട്ടോ. അപ്പോൾ അതെട്ടോ നമ്മൾ ലാസ്റ്റ് ചെയിനിൽ 6 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. 6 എണ്ണം അപ്പോൾ കൗണ്ട് ചെയ്ത് നോക്കുക കേട്ടോ. 6 എണ്ണം ഇല്ലേ എന്നുള്ളത്. 1 2 3 4 5 6. ഈ 6 എണ്ണം ലാസ്റ്റ് സ്റ്റിച്ചിൽ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. ഇവിടെ എത്തുമ്പോൾ ലാസ്റ്റ് എത്തുമ്പോൾ അവിടെ 5 ഡബിൾ ക്രോഷ്യ വീണ്ടും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള ഓരോ സ്റ്റിച്ചിലും ഓരോ DC വീതം ചെയ്യുക. ലാസ്റ്റ് എത്തുമ്പോൾ 5 DC കൂടെ ഒരു ചെയിനിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു ചെയിനാണ് കേട്ടോ ബാക്കിയുള്ളത്. ആ ചെയിനിൽ നമുക്ക് 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. 1 2 3 4 5 അങ്ങനെ 5 DC ലാസ്റ്റ് ചെയിനിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ. ഇനി ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലോട്ടായിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കേണ്ടത് ഫസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച്. അപ്പോൾ
ചെയിന് സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ ഏകദേശം ഒരു സോളിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ വരും. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു 3 ചെയിൻ ഇട്ട് കൊടുക്കുക കേട്ടോ. 1 2 3 3 ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ചെയിനിൽ 2 DC ചെയ്ത് കൊടുക്കാം. DC ചെയ്തു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നേരത്തെ നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ചെയ്തില്ലേ, ആ ചെയിൻ എത്തുന്നത് വരെ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 2 3 4 5 6 7 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 2 3 4 5 അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടാവുക. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഇൻക്രീസിങ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഓരോ DCയിലും ഇവിടുന്ന് അങ്ങോട്ട് 6 സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 സെയിം സ്റ്റിച്ചിൽ തന്നെ രണ്ടാമത്തതും ഇട്ട് കൊടുക്കുക. 2 3 4 സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 12 DC ഉണ്ടാവും കേട്ടോ. 6 ചെയിനിലായിട്ട് ഇതാണ് ഇൻക്രീസിങ് വരുന്നത്. അപ്പോൾ ഇവിടെ വരെ 6 സ്റ്റിച്ചിൽ 2 DC വീതം ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗമായിട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ലാസ്റ്റ് നമ്മൾ ഇവിടെ 5 DC ചെയ്തില്ലേ, ആ ഒരു സ്റ്റിച്ച് എത്തുന്നത് വരെ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ഓരോ ചെയിനിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ സ്റ്റിച്ച് കൗണ്ട് പറയാത്തത് ഇങ്ങനെ നോക്കി മനസ്സിലാക്കുന്ന രൂപത്തിലാണ് കേട്ടോ. സ്റ്റിച്ച് കൗണ്ട് നമുക്ക് നോക്കിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. സ്റ്റിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൗണ്ട് ചെയ്തിട്ട് അങ്ങനെയും നോക്കാം. അപ്പോൾ 1 2 3 4 5 6 7 8 ഇവിടെ 8 DCക്ക് ശേഷം നെക്സ്റ്റ് 5 സ്റ്റിച്ചിൽ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ കേട്ടോ ലാസ്റ്റ് 5 സ്റ്റിച്ചാണ് ബാക്കിയുള്ളത്. ഈ 5 സ്റ്റിച്ചിലും നമുക്ക് 2 ഡബിൾ ക്രോഷ്യ വീതം, അതായത് ഇവിടെയും ഇൻക്രീസിങ് ആണ് വരുന്നത് കേട്ടോ. 2 ഡബിൾ ക്രോഷ്യ വീതം ഓരോ സ്റ്റിച്ചിലായിട്ട് ഇട്ട് കൊടുക്കാം. One 2 3 4 സെയിം സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കാം കേട്ടോ. ലാസ്റ്റ് വരുന്ന 5 സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. ഈ സൈഡിൽ നമ്മളിത് ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പോഴാണ് ആ ഒരു സോളിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടുന്നത് കേട്ടോ.
കൗണ്ട് ചെയ്ത് നോക്കാം. 2 4 6 8. ഇനി നേരത്തെ ചെയ്തതുപോലെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തില്ലേ, ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് കേട്ടോ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സോള് കിട്ടുന്നത്. ഒരു സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളൊരു സോളാണ് കേട്ടോ.